ഈ മരപ്പട്ടികളുടെ കാഷ്ടം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു കാപ്പിപ്പൊടിയാണ് ഈ കോപ്പി ലുവോക്ക്. സിവിറ്റ് കോഫി എന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞു വരാറുണ്ട്. നല്ല കാശുള്ള ഒരു കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഏകദേശം 1 കിലോന് 50,000 രൂപയോളം വരെയാണ് ഇത് വരുന്നത്. ഇന്തോനേഷ്യയിലാണ് ശരിക്കും ഇതിന്റെ തുടക്കം. പ്രിപ്പറേഷൻ ഒക്കെ തുടക്കം കുറിക്കുന്നത് ഇന്തോനേഷ്യൻ ഭാഗത്തൊക്കെയാണ്. ഇതെങ്ങനെയാണ് ശരിക്കും ഉണ്ടാക്കുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നല്ല പാകമായിട്ടുള്ള നല്ല പഴുത്തിട്ടുള്ള കാപ്പിക്കുരുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇവർ ഈ ഫാർമേഴ്സ് നന്നായിട്ട് കളക്ട് ചെയ്യും. എന്നിട്ട് ഈ മരപ്പട്ടികൾക്ക്, ഈ ഏഷ്യൻ പാം സിവിറ്റ് എന്നൊക്കെയാണ് ഇവർ പറയുക, ഈ മരപ്പട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. അങ്ങനെ ഇത് കഴിച്ചു കഴിയുമ്പോൾ മരപ്പട്ടികൾക്ക് ഇത് പൂർണ്ണമായിട്ട് ദഹിക്കില്ല. ഇതിന്റെ പകുതി ഭാഗം മാത്രമേ, ഇതിന്റെ തൊലി ഭാഗം മാത്രമൊക്കെ നന്നായിട്ട് ദഹിക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരു കാപ്പിയുടെ കുരുവിന്റെ രൂപത്തിൽ വിസർജന ഭാഗത്തിലൂടെ ഒരു 12 മണിക്കൂറിനൊക്കെ ശേഷം, എല്ലാം ദഹനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വിസർജന ഭാഗത്തിലൂടെ വിസർജിച്ച് പുറത്തു പോവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളാണ് ഈ ഫാർമേഴ്സ് കളക്ട് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി, ചൂടാക്കിയിട്ട് പൊടിച്ച് ഒരു കാപ്പിപ്പൊടിയുടെ രൂപത്തിലാക്കി വരുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ഈ മരപ്പട്ടികളുടെ കാഷ്ടമൊക്കെ ഇവര് കാട്ടിലൊക്കെ തേടി അലഞ്ഞിട്ട് അങ്ങനെ കളക്ട് ചെയ്തിട്ടായിരുന്നു ഈ കാപ്പിക്കുരുവിന്റെ പൊടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായി ഇതിന് നല്ലൊരു ഡിമാൻഡ് കൂടുതലാണെന്ന് അറിഞ്ഞപ്പോ അതൊരു മാർക്കറ്റിംഗ് ആയിട്ട് മാറ്റാനായിട്ട് തുടങ്ങി. പിന്നെ അവർ പലതരം ഈ മരപ്പട്ടികൾ കൂട്ടിലൊക്കെ വളർത്തിയിട്ട് നിർബന്ധിതമായിട്ട് അവർക്ക് ഈ പഴുത്തിട്ടുള്ള ഈ കാപ്പിക്കുരു ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. അതവർക്ക് മനസ്സിലായി ഇതിലൂടെ കുറച്ചും കൂടി അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൊരു കാര്യം. അങ്ങനെ അതൊരു പ്രൊഡക്ഷനിലേക്ക് മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു കാപ്പിലൂക്ക എന്ന് പറയുന്ന ഒരു കാപ്പിപ്പൊടിയിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്, അതായത് റിച്ച് ആയിട്ട് ആന്റി ഓക്സിഡൻസ്, പ്രോട്ടീൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പല ആളുകളും വിശ്വസിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. പക്ഷെ ഇതിനൊരു സത്യാവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 നമ്മുടെ കേരള സർവകലാശാലയിൽ നടത്തിയിട്ടുള്ള ഒരു ഗവേഷണത്തിൽ മനസ്സിലാക്കിയത്, ഇവരുണ്ടല്ലോ 2 സാമ്പിൾസ് കൊടുത്തു. ഒന്നാമത്തെ ഒരു സാമ്പിളിൽ ഈ മരപ്പട്ടിയിൽ നിന്ന് വരുന്ന ഒരു കാഷ്ടവും, അതുപോലെ തന്നെ രണ്ടാമത്തേല് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കാപ്പിയുടെ കുരു, പഴുത്തിട്ടുള്ള കാപ്പിയുടെ കുരു. ഈ 2 സാമ്പിൾസ് എടുത്തിട്ട് അവർ ഗവേഷണം തുടങ്ങി. ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ഈ കാപ്പിലൂക്ക എന്ന് പറയുന്ന ഈ മരപ്പട്ടിയുടെ കാഷ്ടത്തില് ഹൈ എമൗണ്ട് ഓഫ് കോൺസെൻട്രേറ്റഡ് ഫാറ്റും, അതുപോലെ തന്നെ 2 ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റേഴ്സും, കാപ്രിലിക് ആസിഡ്, കാപ്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റും അതിലുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഈ ഒരു മീഥൈൽ എസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാകും നോക്കി കഴിഞ്ഞാൽ, മരപ്പട്ടി ഈ കാപ്പിയുടെ കുരു കഴിക്കല്ലോ, കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ദഹന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫെർമെന്റേഷൻ, ഈ ഒരു ഫെർമെന്റേഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള മീഥൈൽ എസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു ഫാറ്റും അതുപോലെ തന്നെ ഈ ഒരു മീഥൈൽ എസ്റ്റേഴ്സും ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു കോപ്പിലൂക്ക എന്ന് പറയുന്ന ഒരു കാപ്പിക്ക് കുറച്ചൊരു ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത്. എന്നാൽ ഇവർ നേരിട്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്ന കാപ്പിയുടെ കുരും, അതുപോലെ തന്നെ മരപ്പെട്ടിയുടെ കാഷ്ടവും താരതമ്യം ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലായി ഇതിലുള്ള പ്രോട്ടീന്റെ കണ്ടന്റും കഫീന്റെ കണ്ടന്റും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ അവസാനത്തെ ഒരു കൺക്ലൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ കോപ്പിലുവാക്ക എന്ന് പറയുന്ന ഒരു കാപ്പിപ്പൊടിയില് ഫ്ലേവറും അതുപോലെ തന്നെ കുറച്ച് ക്രീമി ടെക്സ്ചർ ആണ്, കുറച്ച് കനപ്പാണ് കഴിക്കാനായിട്ട്. പക്ഷെ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾ പറയാറുണ്ട് ഇതിൽ ധാരാളമായിട്ട് റിച്ച് ആയിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ റിസർച്ച് സ്റ്റഡീസിൽ മനസ്സിലായത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിലുള്ള പ്രോട്ടീന്റെ കണ്ടന്റും കഫീന്റെ കണ്ടന്റും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് കറന്റ് റിസർച്ച് സ്റ്റഡീസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ കാശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 100 മടങ്ങ് കൂടുതലാണ് നമ്മുടെ നോർമൽ കാപ്പിപ്പൊടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് നോർമൽ ആയിട്ടുള്ള കോപ്പി ലുവാക്ക എന്ന് പറയുന്ന കാശ് കൂടിയിട്ടുള്ള കാപ്പിപ്പൊടിയുടെ രഹസ്യം, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ കാപ്പിപ്പൊടിയുടെ രഹസ്യം. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിനായിട്ട് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാനൊന്നും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ നോർമൽ കാപ്പിയിലും കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി, ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.